സോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ അത് കുറച്ചും എണീറ്റതേ ഉള്ളൂ. ഇന്നെന്തായാലും നല്ല ഉറക്കം കിട്ടി. കുറച്ചും എണീറ്റ് ഞാൻ ഇന്നലെ കണ്ട പോലെ ഞാൻ മൊബിലിറ്റി വർക്കൗട്ട് ചെയ്തു. എനിക്കിതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് സെയിം ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ തന്നെ, അപ്പം എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമുള്ള പോലെ തന്നെ ചിലപ്പോൾ ഫുഡ് കഴിക്കും, വിശന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ നേരെ വർക്കൗട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം ഈ സെയിം റുട്ടീൻ ആയിരിക്കും, ഫുഡും സെയിം ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ബോർ അടിക്കുമോ എന്നുകൊണ്ടൊരു സംശയമുണ്ട്, പക്ഷേ നമുക്ക് നോക്കാം. പിന്നെ ഈ വ്ളോഗിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നതല്ല ഒരു കണ്ടൻറ്റാണ്. നമ്മൾ നേരത്തെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഈ വ്ളോഗിങ് തുടങ്ങിക്കഴിയുമ്പോഴത്തേനും ഇത് വരെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നൈസായിരിക്കുമല്ലോ എന്ന് നമുക്ക് തോന്നും. എന്താ പറയുക, ഒരു ഒബ്സർവേഷൻ സാധനം കൂടും, നമ്മൾ കുറേ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 ദിവസം ആയുള്ളൂ വ്ളോഗ് തുടങ്ങിയിട്ട്, എന്നാലും ഞാൻ പറയാതെ. പുറത്ത് നല്ല മഴ പെയ്യുക, അപ്പോൾ എന്തായാലും പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇനി. ഉള്ള കാര്യം പറയട്ടെ, ഇന്ന് വ്ളോഗ് എടുക്കാൻ ഒരു മൂഡില്ല. ഇന്നലെയൊക്കെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനൊരു മൈൻഡില്ല. പക്ഷേ ഞാൻ ഈ വ്ളോഗിങ് പരിപാടി തുടങ്ങിയത് തന്നെ അതിൻ്റെ ഒരു മടിയെന്ന് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ പരിപാടിയാണ് വ്ളോഗിങ്. പ്രത്യേകിച്ച് പബ്ലിക്കിലൊക്കെ ഇന്ന് വ്ളോഗ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യും. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വ്ളോഗിങ് എന്ന് പറഞ്ഞ പരിപാടി തന്നെ തുടങ്ങിയത്. അതിനിപ്പോൾ ചെയ്ത ഈ ഒരു സ്കില്ലല്ലേ, ഇതിന് പ്ലാൻ ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ പ്രോപ്പർ ഫോമൊന്നുമല്ല. കൈയൊക്കെ ഇങ്ങനെ നേരെ ഇരിക്കണം. കൈ നേരെ ഇരുന്നിട്ട് ഷോൾഡറിലാണ് ഈ വെയിറ്റ് മൊത്തം വരുന്നത്. അപ്പോൾ കൈ അത്രയും ബാക്കിലോട്ട് ഇങ്ങനെ ഇരുന്ന്, അത് ആ സ്കില്ല് എന്താണെന്ന് അറിയാവുന്നവർക്കറിയാം. അത് ഈ കാലിസ്റ്റനിക്സിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് ലെവലിലുള്ളൊരു സാധനം എന്ന് പറയാം, ഒരു സ്കില്ലാന്ന് പറയാം. മോസ്റ്റ് ഡിഫിക്കൽട്ട് സ്കില്ലാണ്. Ready? 6. 8. സോ ഞാൻ പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 5 days നിങ്ങൾ ഡിസിപ്ലിനായിട്ട് ഡു യുവർ വർക്കൗട്ട്സ്. ഇപ്പോൾ വർക്കൗട്ട്
എന്തെങ്കിലും നിങ്ങൾ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പാഷൻസ് ആണല്ലോ. ബാക്കി ഒരു 1 അല്ലെങ്കിൽ ഒരു 2 ഡേ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ യുവർ ലൈഫ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നമ്മുടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, കാൾ യൂങ് എന്ന് പറയുന്നത്. പുള്ളി ഒരു മറ്റേ ഷാഡോനെ കുറിച്ച് സാധനം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഷാഡോ സൈഡ് ഉണ്ട്, ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. എനിക്ക് മനസ്സിലായത് അങ്ങനെ കേട്ടോ. എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സൈഡ് നമ്മൾ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഡാർക്ക് സൈഡ് ബിൽഡപ്പായി കുറച്ചും വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കാണ്ടിരിക്കുക, അത് നമ്മുടെ ഉള്ളിൽ കടന്ന് പിന്നെ വലിയൊരു ഇതാവില്ല. അത് ഒരു സെയിം സംഭവമാണ്. എൻ്റെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ എൻ്റെ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് ഇടയ്ക്കൊന്ന് പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് തിരിച്ചു വരിക. അതാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ അഡിക്ഷനെ കുറിച്ച്. ആ വീഡിയോയിൽ ഞാൻ ബാലൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഈ ബാലൻസ് എന്ന് പറയുന്ന ഉദ്ദേശിച്ചത് ഈ സംഭവമാണ്. നമുക്കെല്ലാവർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, ഇടയ്ക്ക് അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്ത് തിരിച്ചു വരിക. അത് എപ്പോഴും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈഡ് പയ്യെ ബിൽഡപ്പായി വരും. ഇപ്പോൾ ദേഷ്യപ്പെടണം, നിങ്ങളിപ്പോൾ ആരോടും വീഡിയോ ഉണ്ടാക്കണമെന്നല്ല, നമുക്ക് നല്ല രീതിയിൽ ദേഷ്യപ്പെടാം, ഒരാൾക്ക് നമുക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ദേഷ്യപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. ഞാൻ ദേഷ്യം എന്ന് പറയുന്ന സാധനം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ കേട്ടോ. ഡാർക്ക് സൈഡിൽ പല ഇതുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ അഡിക്ഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതെല്ലാം ആ ഒരു നമ്മുടെ കുറേ ഡാർക്കായിട്ടുള്ള തോട്ട്സ് ആയിക്കോട്ടെ. നമ്മുടെ മുരളി ഗോപി പറഞ്ഞ പോലെ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ലോ. ഹ്യൂമൻ എപ്പോഴും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അതാണല്ലോ ഹ്യൂമൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിടയ്ക്ക് ഈ ബാലൻസ് കൊണ്ട് ഉദ്ദേശിച്ചതാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഡിക്ഷൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ ഈ കഞ്ചാവ് എന്നുള്ള സാധനം എൻ്റെ ലൈഫിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് എനിക്ക് ഒഴിവാക്കേണ്ടിയിരുന്നൊരു സാധനമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ വീക്കെൻഡിലൊക്കെ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ട്. കഞ്ചാവ് എനിക്കൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് ഉപേക്ഷിച്ചത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താണ് അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. പലർക്കും പല വീക്ക്നെസ് ആണല്ലോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ നമുക്ക് സ്ട്രെങ്ത് തരും. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈഫിൽ ഒരു പീസ് ഉണ്ടാവും. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, പീസ് കംസ് ഫ്രം സ്ട്രെങ്ത്. അതായത് ഒരു ഇൻ്റർവ്യൂവർ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളെന്തിനാ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു പീസ്ഫുൾ ആ ഒരു സെറ്റപ്പിലാണ് അറിയപ്പെടുന്നത്, അപ്പോൾ നിങ്ങളെന്തിനാണ് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി അങ്ങനെ ഒരു ഞാൻ ചോദ്യം കൃത്യമായിട്ട് മറന്നുപോയി. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഡയലോഗ്, പീസ് കംസ് ഫ്രം സ്ട്രെങ്ത്. അതായത് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കി നമുക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. നമുക്ക് ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ പീസും ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പീസും വരും. അല്ലാണ്ട് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 pack ഉണ്ടാക്കണം, നല്ല ഫിസിക്ക് ഉണ്ടാക്കണം, ഇതൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമ്മുടെ കയ്യിൽ പൈസ വരുന്ന പോലെ പൈസ, നല്ല ഫിസിക്ക്, ഇതെല്ലാം ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഐഡിയോളജി. ഇതിനോട് പൊക്കി വെക്കണം, ലൈറ്റിൻ്റെ അടിയാണ്. മഴയുള്ളതുകൊണ്ട് മഗ്ഗാട് പിടിപ്പിച്ചില്ലെങ്കിൽ ചെളിവെള്ളമല്ല നമ്മുടെ ചന്തിയിലിരിക്കും. ലൈറ്റിൻ്റെ അടി പിടിപ്പിക്കണം. ഓക്കെ, വർക്കിന് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഭയങ്കര കാറ്റാന്ന് പറഞ്ഞാൽ രക്ഷയില്ല. സൈക്കിൾ എടുത്തോണ്ട് പോലെ. എനിക്കൊന്ന് ഏറ്റവും ഈ സമ്മർ വിൻ്റർ കഴിഞ്ഞിട്ട് സമ്മർ ആകുമ്പോൾ ഏറ്റവും ആദ്യം പൂക്കുന്ന ആ മരം, ആ റോസ് കളറുള്ള മരം ഇല്ലേ, അതാന്ന് തോന്നുന്നു. കാണാമോ? പൂങ്കാറ്റ് നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ എത്താറായി. തിരിച്ചു പോകുമ്പോൾ മഴ വേണമെന്ന് അറിയില്ല, പക്ഷെ നല്ല കാർമേഘമുണ്ട്. ഗൈസ്, മൂഞ്ചി ഗൈസ്. എൻ്റെ മൊയിലാളി പറഞ്ഞു ഇന്ന് പണിയില്ല, വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ എത്താറായി. 1.5 മണിക്കൂർ സൈക്കിളും ചോദിച്ച് വന്ന് വെറുതെ ആയി. പുള്ളി വാട്സപ്പിൽ നേരത്തെ മെസ്സേജ് ഇട്ടാണ്, പക്ഷെ ഞാൻ നോക്കാൻ മറന്നുപോയി. എന്ത് ചെയ്യാൻ? കുഴപ്പമില്ല, തിരിച്ച് വീട്ടിപ്പോൾ
അല്ലാണ്ട് ഇപ്പം എന്തൊട്ട് ചെയ്യാൻ. അല്ല അപ്പോൾ ആ പുള്ളി 4:30 മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ വാട്സാപ്പ് തുറന്നു നോക്കിയില്ല. ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വേറൊരു പണി കിട്ടി. ബാറ്ററി ഇപ്പോൾ തീരുവേ. ആ കാര്യം ഇപ്പോഴാണ് ഓർത്തേ. അവിടം വരെ എങ്ങനെ എത്തും, വീട് വരെ? ദിസ് ഈസ് ലൈഫ്. അയ്യോ, എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ കുറച്ച് പയ്യപ്പാ. പക്ഷെ നല്ല മഴയും വരുന്നുണ്ട്. ഇന്ന് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാ. ഹൈ ഹൈ, മിക്കവാറും മഴ നനഞ്ഞ് പോകേണ്ടി വരും. 5:30 6 ഞാൻ വീട്ടിലും ബാക്കിൽ നല്ല സ്ഥലം സൂര്യനെ കാണാൻ. ഒന്നും പറയണ്ട, മഴ, ബാറ്ററിയുടെ ചാർജ് തീർന്നു, പിന്നെ സംഭവിച്ചേ അത്രേ ഉള്ളൂ. നല്ല രാവിലെ ഏറ്റിട്ട് ബോറടിച്ചിരിക്കുമായിരുന്നു. കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി. ഞാൻ തിരിച്ചു നോക്കുമ്പോൾ സൂര്യനെ ഇറങ്ങുന്നുണ്ട്. നല്ല സ്ഥലമല്ലേ. ഞാൻ കറക്റ്റ് അവിടെ എത്താൻ എനിക്ക് 1 കിലോമീറ്ററിന് കൂടി ഉണ്ടാകുന്നത്. എപ്പോഴാണ് ഞാൻ ആ ഫോൺ എടുത്ത് നോക്കുന്നത് വാട്സാപ്പിൽ. കറണ്ട് കാര്യമില്ല, പക്ഷെ വ്യൂ നൈസല്ലേ. വാ, അയ്യോ ഇപ്പോൾ വേണേ. ചിലപ്പോൾ ഈ വ്യൂ കിട്ടാൻ വേണ്ടിയായിരിക്കും. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുവാണെങ്കിൽ ഡ്രൈവിങ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ഏകദേശം ഒരു ദിവസം ഞാനൊരു 60 കിലോമീറ്റർ 60-ന് മുകളിൽ സൈക്കിൾ ഓട്ടുന്നുണ്ട്. അത് ഇത്രയും ദൂരം പോയിട്ട് ഞാൻ ജോലി ചെയ്യാനുള്ള റീസൺ അതാണ്. ഞാൻ താമസിക്കുന്ന ഏരിയ ചെറിയൊരു വില്ലേജാണ്. അപ്പോൾ അവിടെ ഈ ആമസോണിൻ്റെ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം പോയിട്ട് സൈക്കിൾ ഓട്ടി ജോലി ചെയ്യുന്നത്. സൂര്യനേക്ക് സൺസെറ്റ് എന്തല്ലേ. പിന്നെ കൂടപ്പുറം വല്ലതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് എത്താറായി. ആ സ്കൈ നല്ല രസമെടുത്തായിരുന്നു കാണാൻ. അപ്പം നേരത്തെ നല്ല മൈക്ക് വഴിയായിട്ട് കണക്റ്റഡ് അല്ലായിരുന്നു. അവനെ പറഞ്ഞത് മനസ്സിലാക്കാൻ കയറത്തില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണം ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഈ വഴി മണ്ടലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളി. ഇതാണ് അൽദി. ഇവിടെ നിന്നാണ് ഞങ്ങൾ സാധനം മേടിക്കുന്നത്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരാൾ സൈക്കിൾ കൂട്ടുന്നതാണ്. എല്ലാവരും നോക്കിയ പൂട്ടിയിട്ട് പറയാം ബാക്കിയാൻ. പൂട്ടിയാ പൂട്ടിയില്ലേ? എന്ന് പിടിച്ചേ. അതെന്താ ഇത്? ഒന്നും ചെയ്യാനില്ലെന്നോ? നീ തൂണാണോ പൂട്ടിയിട്ടേക്കുന്നേ?
ഒന്ന് പിടിച്ചേ. ആ എന്താ ബുദ്ധി. എടി ഇതിലൂടെ എടുക്കടി, ഇതിലൂടെ ഇതിൻ്റെ അടി കൂടെ എടുക്ക്. ആ ഇപ്പൊ സെറ്റായി. എന്നെ തിരികെ താക്കോല് തിരികെ. വലിയൊരു ടാസ്ക് കഴിഞ്ഞ എൻ്റെ അമ്മേ, സമ്മതിക്കണം. ഏയ് പെണ്ണ, പെണ്ണയല്ല പൊണ്ണേ, എന്നെ തോണ്ടുന്ന എന്തായാലും തീരുമാനമാവോ? രക്ഷപ്പെടുവോ? ഇതെന്തോരാ ബുക്കൊക്കെ.